ശിവബാലകനെ, മായാരൂപനെ, കൺകണ്ട ദൈവമേ വിഷ്ണുമായി, തിരിതെളിയുന്നീ വേദിയിൽ നിറസാന്നിധ്യമായി വന്നെത്തണേ നാഥ. കനിവോട് നീ വിഘ്നങ്ങൾ മാറ്റുവാൻ, വിജയം വരിക്കുവാൻ കൂടെയുണ്ടാകണേ ചാത്തൻ സ്വാമിയെ. ഓം ശ്രീ വിഷ്ണുമായ സ്വാമിയേ നമഃ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനൊരു വേദ ഉപാസകനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെ ഗൗരവമുള്ളതും എന്നാൽ പുരാതന കാലം മുതൽ തന്നെ അനേകം പേർ അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒന്നാണ്. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളായ അഥർവവേദത്തിലും നാട്ടുമാന്ത്രിക വിദ്യകളിലും പ്രതിപാദിച്ചിട്ടുള്ള മാന്ത്രിക കർമ്മങ്ങളിൽ ഒന്നാണ് വശ്യം. പലരും ഇതിനെ ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ദുർമന്ത്രവാദം എന്ന നിലയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വശ്യകർമ്മം? താന്ത്രിക മാന്ത്രിക ഗ്രന്ഥങ്ങളിലും പ്രത്യേകിച്ച് കേരളത്തിലെ അനുഷ്ഠാനങ്ങളിൽ ഒന്നായ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ഉപാസനാ രീതികളിലും ഈ വശ്യത്തെക്കുറിച്ച് സൂചനകളുണ്ട്. വിഷ്ണുമായ അഷ്ടോത്തര ശതനാമാവലിയിലെ 71ാമത്തെ നാമം ഓം സർവലോക വശങ്കരായ നമഃ എന്നാണ്. അതായത് ലോകത്തെ മുഴുവൻ വശീകരിക്കാൻ അഥവാ തന്നിലേക്ക് ആകർഷിക്കാൻ കഴിവുള്ള ശക്തി എന്നാണ് ഇതിനർത്ഥം. മറ്റൊരാളുടെ മനസ്സിനെയും ചിന്തകളെയും നമ്മുടെ ഇച്ഛാനുസരണം സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ നമ്മളിലേക്ക് ആകർഷിക്കാനോ ഉപയോഗിക്കുന്ന നിഗൂഢമായ കർമ്മമാണ് വശ്യം എന്ന് ലളിതമായി പറയാം. അഥർവവേദത്തിൽ ശത്രുക്കളെ കീഴടക്കാനും അകന്നുപോയവരെ തിരികെ കൊണ്ടുവരാനും ഭരണാധികാരികളെ സ്വാധീനിക്കാനും ഇത്തരം കർമ്മങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ പ്രയോഗം പലപ്പോഴും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന ഒന്നായതുകൊണ്ടാണ് ഇതിനെ ഇരുണ്ട മാന്ത്രിക വിദ്യ അഥവാ ബ്ലാക്ക് മാജിക് എന്ന് പലരും വിളിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നാം വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഈ വശ്യകർമ്മം എന്താണ്, അഥർവവേദത്തിലും നാടോടി വിശ്വാസങ്ങളിലും ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിന് പിന്നിലെ നിഗൂഢതകൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ചാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളിലേക്ക് പുരാതനമായ ഒരുപാട് അറിവുകൾ കൊണ്ടുവരും. അതിനാൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വേദമാന്ത്രിക അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു വേദ ഉപാസകൻ എന്ന നിലയിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകിച്ച് ശ്രീവിഷ്ണുമായ ഉപാസനാ പദ്ധതികളിൽ പറയുന്ന വശ്യകർമ്മത്തിൻ്റെ പടിപടിയായുള്ള വിവരങ്ങൾ ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ്. തികഞ്ഞ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി മാത്രം ചെയ്യാൻ പാടുള്ള ഒന്നാണിത്. കർമ്മത്തിനാവശ്യമായ പ്രാഥമിക വിവരങ്ങൾ. ആദ്യം തന്നെ ആരെയാണോ നിങ്ങൾക്ക് വശീകരിക്കേണ്ടത് അഥവാ നിങ്ങളിലേക്ക് ആകർഷിക്കേണ്ടത് അവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നിങ്ങളുടെ പക്കലുണ്ടായിരിക്കണം. അവരുടെ പൂർണ്ണമായ പേര്, അവരുടെ ജനന നക്ഷത്രം, ജനന തീയതി. ഈ വിവരങ്ങൾ പൂജയുടെ സങ്കല്പത്തിന് അത്യന്താപേക്ഷിതമാണ്. പൂജയ്ക്കാവശ്യമായ സാധനങ്ങൾ. വിഷ്ണുമായ അഷ്ടോത്തര ശതനാമാവലിയിൽ പറയുന്ന സ്വാമിയുടെ ഇഷ്ടവസ്തുക്കളാണ് ഇതിനായി നാം ഒരുക്കേണ്ടത്. ഒരു പഞ്ചമുഖ ദീപം, അതായത് 5 തിരിയിട്ട നിലവിളക്ക്. പൂജയ്ക്കുള്ള മണ്ഡലം ഒരുക്കുന്നതിനായി പഞ്ചവർണ്ണപ്പൊടികൾ. നിവേദ്യത്തിനായി ശുദ്ധമായ തേൻ, പായസം, പാനകം. നീരാജനം ഒഴിയാനുള്ള സാധനങ്ങൾ. തർപ്പണം ചെയ്യാനുള്ള ജലവും പുഷ്പങ്ങളും. ഇനി കർമ്മം ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിലോ അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോ ഒരു മണ്ഡലം തയ്യാറാക്കുക. ഗ്രന്ഥങ്ങളിൽ സ്വാമിയെ മണ്ഡലപ്രിയായ നമഃ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തയ്യാറാക്കിയ മണ്ഡലത്തിന് മുൻപിലായി 5 തിരിയിട്ട പഞ്ചമുഖ ദീപം തെളിയിക്കുക. പഞ്ചമുഖ ദീപപ്രിയായ നമഃ. കണ്ണുകൾ അടച്ച് ഏകാഗ്രതയോടെ ഇരിക്കുക. ആരെയാണോ വശീകരിക്കേണ്ടത് അവരുടെ മുഖം മനസ്സിൽ കാണുക. അവരുടെ പേരും നക്ഷത്രവും ജനനത്തീയതിയും
മനസ്സിൽ 3 തവണ ഉച്ചരിച്ച് അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടണം എന്ന് ദൃഢമായി സങ്കല്പം ചെയ്യുക. ഇനി വിഷ്ണുമായ സ്വാമിയുടെ മൂലമന്ത്രങ്ങളും വശ്യമന്ത്രങ്ങളും ജപിക്കണം. അഷ്ടോത്തരത്തിൽ പറയുന്ന ഈ മന്ത്രങ്ങൾ 108 തവണ ഒരു മാല ഭക്തിയോടെ ജപിക്കുക. ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഓം കാമരൂപായ നമഃ. ഓം മഹാമായായ നമഃ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശ്യമന്ത്രം ഞാനിവിടെ പരാമർശിക്കുന്നില്ല. കാരണം ഈ മന്ത്രം ജപിക്കാൻ മന്ത്രദീക്ഷ അത്യാവശ്യമാണ്. ദീക്ഷയില്ലാതെ ജപിച്ചാൽ നിങ്ങൾക്ക് പരിണിത ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിൽ ശക്തമായിരിക്കണം. മന്ത്രജപത്തിന് ശേഷം സ്വാമിക്കായി ഒരുക്കി വച്ചിട്ടുള്ള തേൻ, പായസം, പാനകം എന്നിവ സമർപ്പിക്കുക. അഷ്ടോത്തരത്തിൽ പറയുന്നത് പോലെ മധുപ്രിയായ നമഃ, പായസാന്നപ്രിയായ നമഃ, പാനകപ്രിയായ നമഃ എന്ന് ജപിച്ചു വേണം ഇവ സമർപ്പിക്കാൻ. അവസാനമായി സ്വാമിക്ക് നീരാജനമൊഴിയുക. നീരാജ്ഞനപ്രിയായ നമഃ. തുടർന്ന് തർപ്പണം ചെയ്യുക. അഷ്ടോത്തരത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, വിഷ്ണുമായ മന്ത്രദീക്ഷയില്ലാത്തവർ ഭക്തിപൂർവം നിഷ്ഠയോടുകൂടി പാരായണം ചെയ്ത് തർപ്പണത്താൽ പൂജ ചെയ്താൽ സ്വാമിയുടെ സാന്നിധ്യം പെട്ടെന്ന് അനുഭവവേദ്യമാകും എന്ന്. ഈ സാന്നിധ്യമാണ് നിങ്ങളുടെ വശ്യകർമ്മം പൂർണ്ണമാക്കുന്നത്. ഇത്രയുമാണ് ഈ കർമ്മത്തിൻ്റെ പടിപടിയായുള്ള രീതി. നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ ശക്തിയും മന്ത്രോച്ചാരണത്തിലെ വ്യക്തതയുമാണ് ഈ കർമ്മത്തിൻ്റെ വിജയം നിർണയിക്കുന്നത്. ഇത്രയുമാണ് ഈ കർമ്മത്തിൻ്റെ പടിപടിയായുള്ള രീതി. നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ ശക്തിയും മന്ത്രോച്ചാരണത്തിലെ വ്യക്തതയുമാണ് ഈ കർമ്മത്തിൻ്റെ വിജയം നിർണയിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം പുരാതനവും നിഗൂഢവുമായ താന്ത്രിക അറിവുകൾ കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.